ഹായ് ഫ്രണ്ട്സ്, ഞാനിങ്ങനെ കൊല്ലത്ത് ഒരു കടയിൽ നിൽക്കുകയാണേ. കാരണം ഞങ്ങൾക്ക് ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് അയൽവാസികളിങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും മാറിപ്പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ തുടർ നടപടികൾ പോലീസ് എടുക്കാത്തത് വലിയൊരു സങ്കടമാണ്. കാരണം ഇന്നത്തെ ദിവസം ഒക്ടോബർ 17-ന് എന്നെ അസഫ്യ വിളികളെല്ലാം വിളിച്ച അജിത് കുമാർ, പിന്നെ ഷെമി, സിത്താര നോയൽ എന്ന ഷെമി, പിന്നെ എന്താണ് രമാ തുളസി, ഇങ്ങനെയുള്ള വ്യക്തികൾ, അമ്മു പൂജ എന്ന തുളസി പിള്ള, അവരുടെ മകൾ അമ്മു പൂജ, ഇത്രയും പേര് എന്നെ 2 വർഷം മാനസിക പീഡനം. ഞാനോ കുട്ടിയോ മരിക്കാനിടയായാൽ അതിൻ്റെ ഉത്തരവാദികൾ അവരായിരിക്കും. എന്നിട്ട് അവരെൻ്റെ അമ്മയുടെ പേര് പറയും, ഭർത്താവിൻ്റെ കൂട്ടരുടെയും പേര് പറയും. ഇത്രയും നാൾ എൻ്റെ മുഖം കൊണ്ടുവരാഞ്ഞിട്ട് എനിക്ക് കാര്യമായ ഇതൊന്നും വന്നില്ല. അപ്പം വരണം. അവർ ശിശുക്ഷേമ വകുപ്പിലെ കൗൺസിലറായ ബ്ലസ്സി ട്രീസ എന്നുള്ള ഒരു മേഡം എന്നെ വിളിക്കുകയുണ്ടായി. ഇവരുടെ പരാതി അസൂയ നിമിത്തമല്ലാതെ വേറൊരു കാര്യം ഇവരുടെ ഇതിലില്ല. ഞാൻ നിൽക്കുന്ന നിപ്പി ഉടുപ്പും വലിച്ചു കയറ്റി ഇട്ട് വന്നതാണ്. ഇന്ന് രാവിലെ ഇറങ്ങി തിരിച്ച് ഞാൻ എൻ്റെ പണമാണ് നഷ്ടപ്പെടുന്നത്. അവരൊക്കെ എത്ര ധനനഷ്ടം എന്നെ കാരണം ഉണ്ടായെന്നറിയാം. എൻ്റെ മോന്താ താഴെ ഇരുന്ന് കളിക്കുന്നു. അപ്പം പിന്നെ എന്നെ താഴ്ത്തിക്കെട്ടാൻ നോക്കുവാണ് കേട്ടോ. എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാവോ അത്തരത്തിലെല്ലാം ചെയ്തു കൂട്ടുന്നു. പിന്നെ ഇന്ന് തെറി വിളിച്ച ആ ചിക്കെതിരെ എനിക്ക് മൊത്തത്തിലുള്ള ഇതാണ് കൊടുക്കേണ്ടി വന്നത്. ഒരുപാട് വലുതായിട്ട് തെറി വിളിച്ചതിനുള്ള ഇന്നത്തെ നടപടി എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ഇച്ചിരി താമസിച്ചാലും ഞാൻ ചെയ്യും. അപ്പം രമാ തുളസി അംഗൻവാടിയിലെ ആയയാണ്. ഈ ഒരു സ്ത്രീ എങ്ങനെയാണ് മറ്റു കുട്ടികളെ നോക്കുന്നതെന്ന് എനിക്ക് അറിയണം. അവർ മേൽ നല്ല നടപടി ഉണ്ടായേ പറ്റും, അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാനാണ് ഇവറ്റകൾ ആവശ്യപ്പെടുന്നത്. ഇത് എവിടുത്തെ ന്യായമാണ്? ഇതാര് കൂട്ട് നിൽക്കുന്നു? ഇതാര് കളിക്കുന്നു? എൻ്റെ വീട്ടിൽ ആരെങ്കിലും കൂട്ട് കളിക്കുന്നുണ്ടോ ഇതിനകത്ത്? അത് അവർ ഉത്തരം തരണം. പിന്നെ ഇതിനെതിരെ ഇതിൻ്റെ 3 ദിവസം മുൻപ് അൺനോൺ നമ്പറിൽ നിന്ന് ഇവർ അസഭ്യം വിളികളും, ഇവരുടെ അമ്മ എൻ്റെ അടുത്ത് ഈ മരിച്ചുപോയ അമ്മ, മാനസിക പീഡനം നടത്തിയ ഒരു അമ്മയെ കൊന്ന ഒരു സ്ത്രീയാണ് ഷെമി, സിത്താര നോയൽ ഷെമി. അതുപോലെ രമാ തുളസി, അവരുടെ ഭർത്താവും അവരുടെ വീട്ടിലും ഒരുപാട് വലിയ അക്രമങ്ങളൊക്കെ നടന്നിട്ടുള്ള വീടാണ്. ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ പോലീസ് അങ്ങ് അന്വേഷിക്കും. ഇത്തരത്തിലുള്ള വകുപ്പുകൾ എന്നെ ഒരു തരത്തിൽ എൻ്റെ വീട്ടിലോ എന്നെയോ കൊച്ചിനോ ജീവിക്കാൻ അനുവദിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ ലൈവാണ് ഞാൻ ചെയ്തേക്കുന്നത്. നേരത്തെ ലൈവൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു യൂട്യൂബ് ചെയ്യാനോ വീഡിയോ ചെയ്യാനോ എനിക്ക് പറ്റിയില്ല. ഇപ്പം ഞാൻ ഇതിനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുക തന്നെയാണ്. ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ജീവനും സ്വത്തിനും ഭീഷണി എൻ്റെ വീട്ടിൽ തന്നെ അയൽവാസികൾ കാരണം ഉണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? അതിന് എനിക്ക് ഉത്തരം തരണം.